ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, നമ്മളോട് സംസാരിച്ച കാര്യത്തിൽ പറഞ്ഞു, ദൈവം തൻ്റെ മഹത്വത്തിനായി നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? എല്ലാം എങ്ങനെ മഹത്വപ്പെടുന്നത്? നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം മഹത്വപ്പെടുമോ? ദൈവം നമ്മളത് സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ മഹത്വപ്പെടുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മളെ സൃഷ്ടിച്ചു എങ്കിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പറയും, ഞാൻ എന്ന് സന്ധിക്കിരുന്ന് പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് അത് തന്നതിന് സ്തുതി, ഇത് തന്നതിന് സ്തോത്രം, അങ്ങനെ വളർത്തിയതിന് സ്തോത്രം, എനിക്ക് സുഖം എഴുതി വരാതിരുന്നതിന് സ്തോത്രം, ഇതൊക്കെ പറയും, ഇല്ലേ? അതിലൊന്നുമാണോ അത്? അല്ല. ആ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് എന്താണ് അറിയുന്നത്? എന്താണ് അറിയുമെന്ന് പറയുന്നത്? എന്താ? ഞാനിപ്പോൾ ഒരു പുതിയ ആളിനെ കണ്ടു, നിങ്ങൾ സംസാരിച്ച കാര്യമാണ്. ഞാനിപ്പോൾ ഒരു പുതിയ ആളിനെ കണ്ടു, ആ ആളിനെ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്താന്ന്? ആ വ്യക്തിയുടെ പെരുമാറ്റം, അല്ലേ? പെരുമാറ്റവും പ്രതികരണവും, ആ വ്യക്തിയുടെ ആശയവും, അല്ലേ? നമ്മളോട് പെരുമാറുമ്പോൾ ഏത് രീതിയിൽ നമ്മളോട് പെരുമാറുന്നു, അതിൽ കൂടി നമ്മൾ എന്തെങ്കിലും പറയും, ഏത് രീതിയിൽ നമ്മളോട് പ്രതികരിക്കുന്നു എന്നുള്ളതും, ആ ഉള്ളിലുള്ള അടിസ്ഥാനമായ ആശയം ഉള്ളിലുള്ള എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളെ വെച്ചിട്ടല്ലേ ആളിനെ തിരിച്ചറിയുന്നത്, അല്ലേ? അപ്പോൾ യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞ ഏക സത്യദൈവമായ നിന്നെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുന്നതാണ്. ദൈവത്തെക്കുറിച്ച് അറിയാം. ദൈവത്തെ അറിയുമോ? ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ പറയുമ്പോഴെല്ലാം മിക്കവാറും മനുഷ്യൻ നടക്കുന്നതാണെന്ന് ചോദിച്ചിരുന്നാൽ ദൈവത്തെ കുറിച്ചറിയും. ദൈവത്തെ അറിയുന്നുണ്ടോ? വാസ്തവത്തിൽ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ അത് നിത്യജീവനാണ്. ആ ദൈവം എന്ത് ചെയ്തു? ദൈവത്തെ അറിയുന്ന ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ്, അല്ലേ? അപ്പം യേശു ക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക എങ്ങനെ ജീവിച്ചു? ഏറ്റവും എളിമയിൽ ജനിച്ച് കിടക്കാൻ പോലും സ്ഥലമില്ലാതെ, അല്ലേ? ഒന്ന് ജനിച്ച് കിടക്കാൻ പോലും സ്ഥലമില്ലാതെ, കയറി കിടക്കാൻ സ്ഥലമില്ലാതെ ജീവിച്ചു. സ്വന്തമായിട്ട് വല്ലതും കൊണ്ടു നടന്നോ? ഇല്ല. തന്നാൽ കഴിയുന്നതെല്ലാം ആവശ്യമുള്ളവർക്ക് കൊടുത്തു. അവരെ അതിന് പറയുന്നത്, ആവശ്യമുള്ളവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. 2 പേരെ വിട്ടു, 2 പേരെ സുഖപ്പെടുത്തി വിട്ടു. ഒരാൾ തിരിച്ചു വന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞു, ഒക്കെ പോയി. എന്നിട്ട് 2 പേരല്ലേ പോയ, ഒരാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവിടെ എന്താ പറഞ്ഞേ? ആ 2 പേരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഒരുവൻ മാത്രമേ വന്നുള്ളൂ, അല്ലേ? ദൈവത്തെ അപ്പം കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയണം. അതൊരു വശം. മറുവശത്ത് അതിനേക്കാട്ടിലും പ്രയോജനം, നമ്മളെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തെ മഹത്വപ്പെടാൻ. ദൈവം നമ്മളിൽ കൂടി മഹത്വപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി. ഇല്ലാതിരിക്കുന്ന ഒരാളെ, അല്ലേ? ഇല്ലായ്മയിലിരിക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല, അത്യാവശ്യം അതുകൂടാതെ ഒക്കത്തില്ല. അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെടുത്ത് കഴിഞ്ഞോ അവനും പറയും, ദൈവമേ, ദൈവം തന്നാണ്. ഒരു ദൈവവിശ്വാസിയാണ്, ആ തക്ക സമയത്ത് ദൈവം തന്നാണ്. അപ്പം പരസ്പരം സഹായിക്കുന്ന ആ അവസ്ഥ, അതാണ് വേണ്ടത്. പരസ്പരം എന്താണ് ആവശ്യം? 1 പൈസയോ 100 രൂപയോ എന്നുള്ളതല്ല. ആ ആവശ്യത്തിൽ നമ്മൾ ഒതുക്കുന്നുണ്ടോ? ഒക്കുന്നില്ല. ഉണ്ടോ? എങ്കിലാണ് ദൈവം നമ്മളിൽ കൂടി, ദൈവം നമ്മെ സൃഷ്ടിച്ച ഉദ്ദേശം നമ്മൾ കൂടി സാധിക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തു വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്, എന്താണ്? കൊടുക്കുക ചെയ്യുന്നത്. ആവശ്യത്തിലിരിക്കുന്നവർക്ക്, ഉള്ളവർക്കല്ല കൊടുത്തത്, അല്ലേ? ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുത്തു. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ചോദിച്ചു, നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞാണ്. നമ്മളിത് കേട്ടിട്ട് പോകുന്നു. പക്ഷേ നമ്മൾ ഈ കേട്ട ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമുക്കുള്ളതിൽ നിന്ന് അതർഹിക്കുന്നവർക്ക് നമ്മുടെ ബുദ്ധിയാകാം, നമ്മുടെ സാമർഥ്യമാകാം, നമ്മുടെ സ്വാധീനമാകാം, നമുക്ക് ദൈവം തന്ന ലൗകിക സമ്പത്തുകളാകാം. ഇത് ഇല്ലാത്തവരുമായിട്ട്
പങ്കുവയ്ക്കുമ്പോൾ അവിടെയാണ് അവർ ഓരോരുത്തരും, നമ്മളല്ല, നമ്മൾ മാത്രമല്ല, നമ്മളിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്ന ഓരോരുത്തരും ദൈവത്തെ നിത്യം അയ്യോ എന്താന്ന് കൊണ്ട് ദൈവം നിനക്ക് സ്തോത്രം, നീ ഒരാളെ കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും സ്തോത്രം പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ജോലിക്ക് പോയപ്പോൾ പണ്ട് ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു അന്വേഷിച്ച് പോയപ്പോൾ അസാമിൽ ജ്യേഷ്ഠനടുക്കൽ എടുക്കുമ്പോൾ കേട്ടിട്ടില്ലാത്ത ഒരുത്തനെ വന്ന് എന്നോട് ജ്യേഷ്ഠനടുക്കൽ വന്നേച്ച് പറഞ്ഞു, ഇപ്പം എന്നെ കൂടെ വിട്ടെ, എനിക്കറിയാവുന്ന ഇന്നേരമുണ്ട്. അവിടെ ചെന്ന് എനിക്ക് അർഹിക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി ഉള്ള പൊസിഷനിൽ എനിക്ക് ആ വഴി ജോലി കിട്ടി. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ആരാണ്? ആ ദൈവത്തിന് നന്ദി പറയും. നീ അയച്ച ദൂതനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയാൻ കാരണം, നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ മറക്കത്തില്ല, അല്ലേ? അത്യാവശ്യം എന്താ നമ്മൾ മറക്കത്തില്ല. അവരെ നമ്മൾ നന്ദിയോടെ ഓർക്കുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടും. അങ്ങനെ നമ്മളിൽ കൂടി എത്രയോ അധികം പേര് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു. അത് ഈ ഒരു പ്രവൃത്തിയിൽ കൂടിയാണ്. പരസ്പരം സഹായിച്ചും പരസ്പരം സ്നേഹിച്ചും, സഹായിക്കാൻ പഠിപ്പിച്ചും സ്നേഹിച്ചു പഠിപ്പിച്ചും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആവശ്യം, ഇപ്പോഴത്തെ സ്നേഹമല്ല അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല നടക്കുന്നത്, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നടക്കുന്നത് ഇപ്പോഴത്തെ സ്നേഹമല്ല. പക്ഷേ നിസ്വാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അതും അവിടെ വരണം. എങ്കിൽ മാത്രം ദൈവനാമം അവിടെ മഹത്വപ്പെടും. അതിന് നമ്മളെ ദൈവം നമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു.